നമസ്കാരം. അപ്പോൾ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ അടുത്തൊരു യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അതെന്താണ്? സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ സാമൂഹികപരവും സാമ്പത്തികപരമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, അന്നത്തെ കാലഘട്ടത്തിലെ മറ്റ് സിവിലൈസേഷൻസും മറ്റ് നാഗരികതകളൊക്കെ പോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒരു സ്ട്രക്ചർ ബേസിസിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു സിവിലൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹികപരമായിട്ടുള്ളൊരു ഘടന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളതാണെന്നൊരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്, ലൈഫിനെ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ദേ ലവ് ദെയർ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാനൊരു രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ എൻജോയ്മെൻറ്റിന് അവർ സോഷ്യൽ ക്ലാസ്സോ സ്റ്റാറ്റസോ ഒന്നും നോക്കിയിരുന്നില്ല. ഏത് ക്ലാസ്സിൽ പെടുന്ന ആളായാലും ഏത് സ്റ്റാറ്റസിൽ പെടുന്ന ആളായാലും ആ ലൈഫിനെ മാക്സിമം എൻജോയ് ചെയ്യാൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ആൾക്കാർ ശ്രമിച്ചിരുന്നു. ഇനി നമുക്കറിയാം, എല്ലാ സൊസൈറ്റിയിലും പോലെ ഇവിടെയും സ്ലേവ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ സ്ലേവ്സിൽ പോലും ലൈഫ് എൻജോയ് ചെയ്യാനുള്ള സാധ്യതകൾ, അവർ പോലും ലൈഫിനെ പെർഫെക്റ്റ് ആക്കാൻ, വെച്ചാൽ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിടുന്ന ഒരു വിഭാഗമാണെങ്കിലും അവരും ജീവിതം പെർഫെക്റ്റ് ആക്കാനും ജീവിതം എൻജോയ് ചെയ്യാനും വേണ്ടുന്ന സ്റ്റെപ്സ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പ്രോസ്പെറസ് ലൈഫ്, വളരെ വെൽത്തി എന്നതിനൊക്കെ അവർ ജീവിതം നല്ല രീതിയിൽ ജീവിക്കുക, മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നൊരു രീതിയാണ് ആൻഷ്യന്റ് ഈജിപ്ത് പൊതുവെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിരുന്ന ഒരു ഉത്സവമാണ് ഓപ്പെറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. OPET ഓപ്പെറ്റ് ഫെസ്റ്റിവൽ അവരുടെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു അത്. ഓപ്പെറ്റ് ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ, എല്ലാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലും വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓപ്പെറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അവിടെ ഫറവോ ഉണ്ടായിരിക്കും. അങ്ങനെ അവിടെ മുതൽക്ക് തന്നെയുള്ള എല്ലാ സോഷ്യൽ കാറ്റഗറീസും ഒരുമിച്ച് കൂടും എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഓപ്പെറ്റ് ഫെസ്റ്റിവൽ. ഈ ഓപ്പെറ്റ് ഫെസ്റ്റിവൽ കൂടി ചേർന്നിട്ട് ഇവർ ഫറവോനെ വാഴ്ത്തി പാട്ടുകൾ പാടുകയും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഫറവനെ ഒരുപാട് പുകഴ്ത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഓപ്പെറ്റ് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും അവർ ഒരു എൻജോയിങ് ഗ്യാതറിംഗ് ആയിട്ട്, ഗ്യാദർ ചെയ്യുക, ഫെസ്റ്റിവൽ ഗ്യാതറിംഗ് ആയിട്ടാണ് അവരിതിനെ കൊണ്ടാക്കിയിട്ടുള്ളത്. ഈ സമയത്ത് പ്രീസ്റ്റിനെ എന്താ ചെയ്യുക, അവിടുത്തെ ഗോഡിന്, ദൈവത്തിൻ്റെ സ്റ്റാച്യൂവിനെയൊക്കെ പ്രീസ്റ്റുമാർ നന്നായിട്ട് ഒരുക്കും, ജ്വല്ലറി ഒക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ഒരുക്കുന്ന ഒരു രീതിയും ഉണ്ട്. എന്നിട്ട് ഈ എന്താ പറയുക, ഗോഡിൻ്റെ ദൈവത്തിൻ്റെ സ്റ്റാച്യു അവരെടുത്തുകൊണ്ട് ഒരു ഫെസ്റ്റിവലിൽ ഇങ്ങനെ നമ്മൾ പ്രതിഷ്ഠയൊക്കെ എടുത്തുകൊണ്ട് പോകില്ലേ, അതുപോലെ തന്നെ ഇവർ ഈ ദൈവത്തിനെ ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് പാട്ടൊക്കെ പാടിയിട്ട് പോകുന്നൊരു ഉത്സവം തന്നെയാണ് ഇവർക്ക് ഓപ്പെറ്റ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. അപ്പോൾ എല്ലാ ഗ്രൂപ്പ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തിനെ എടുത്ത് പൊക്കിക്കൊണ്ട് ദൈവത്തിനെ അണിയിച്ചൊരുക്കിക്കൊണ്ട് പാട്ടൊക്കെ പാടിയിട്ട് പോകുന്നൊരു ഫെസ്റ്റിവൽ രീതിയാണ് ഇതിലുള്ളത്. ഫറവോ ഉണ്ടായിരിക്കും. ഫറവോൻ്റെ ആ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ പെസൻസും അങ്ങനെ എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്കറിയാം, എല്ലാ സൊസൈറ്റിയും പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, ഫറവോ ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്, ആർട്ടിസൻസ് ഉണ്ട്, മെർച്ചൻസ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, മറ്റ് ക്രാഫ്റ്റ്മാൻമാരുണ്ട്, ദെൻ ഫാർമേഴ്സ് ഉണ്ട്, സ്ലേവ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും ഇവരുടെ ഇടയിലുണ്ട്. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരും ജീവിച്ചു പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ആ പിരമിഡ് തന്നെ ആലോചിച്ചാൽ മതി. പിരമിഡ് ഷേപ്പിലാണ് ഇവരുടെ നിൽക്കുന്നത്, ലൈഫ് സ്റ്റൈലും നിൽക്കുന്നത്. പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പിൽ ആരാണ്? ഫറവോ വരും. ഏറ്റവും താഴെ ആര് വരുന്നു? സ്ലേവ് വരുന്നു. ആ ഒരു ഹൈറാർക്കി ഇവരുടെ കാര്യത്തിലാണ്. പിരമിഡിൻ്റെ അതേ ഹൈറാർക്കി തന്നെയാണ് ഇവരുടെ ലൈഫിലും ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഫറവോ ആണ്. അതിനുശേഷം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ്. പിന്നെ വരുന്നത് മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരാണ്. ക്രാഫ്റ്റ്മാൻ ആവും, മെർച്ചൻസ് ആവും, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആർട്സ് ആൻഡ് ആർട്ടിസൻസിൻ്റെ ആൾക്കാരൊക്കെയാണ് വരുന്നത്. അതിനും താഴെ ഫാർമേഴ്സ് വരുന്നു, ഏറ്റവും താഴെ സ്ലേവ്സ് വരുന്നു. ഇതാണ് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫറവോ, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, മറ്റ് ലേബേഴ്സ്, ദെൻ ഫാർമേഴ്സ്, ഏറ്റവും ലാസ്റ്റ് സ്ലേവ്സ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഫറവോ ഏറ്റവും ടോപ്പിൽ വരുന്നു. ഫറവോയുടെ താഴെ ഗവൺമെൻറ് ഒഫീഷ്യൽ വരുന്നു. ഈ ഗവൺമെൻറ് ഒഫീഷ്യലിനെ തന്നെ വാസിർ, പ്രീസ്റ്റ്, നോബിൾ, അങ്ങനെ 3 കാറ്റഗറി ഉണ്ടായിരിക്കും. അതിന് താഴെ സോൾജേഴ്സ് വരുന്നു. ഗവൺമെൻറ് ഒഫീഷ്യൽസിന് താഴെ സോൾജേഴ്സ് വരുന്നു. സോൾജേഴ്സിന് താഴെ സ്ക്രൈബ്സ് വരുന്നു. സ്ക്രൈബ്സിന് താഴെ മെർച്ചൻസ് വരുന്നു. മെർച്ചൻസിന് താഴെ ക്രാഫ്റ്റ്മാൻ വരുന്നു. ക്രാഫ്റ്റ്മാൻ താഴെ ഫാർമേഴ്സ് ആൻഡ് അറ്റ് ലാസ്റ്റ് സ്ലേവ്സ് വരുന്നു. ഇതാണ് അവരുടെ ശരിക്കുമുള്ള ആ സ്ട്രക്ചർഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിനനുസരിച്ച് തന്നെ പവറും മറ്റ് എല്ലാ സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഈ സ്ട്രക്ചറിനനുസരിച്ച് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്ട്രക്ചർ തന്നെ അവരുടെ
സോഷ്യൽ എക്കണോമിക് ലൈഫിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫറവോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ഫറവോ ആണ്. ഫറവോ എന്ന് വെച്ചാൽ അവരുടെ രാജാവാണ്. രാജാവിനെ ഫറവോ എന്ന് വിളിക്കുന്നു. ഫറവോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഗോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. മറ്റെല്ലാത്തും പോലെ തന്നെ, എല്ലായിടത്തും ഉള്ള പോലെ തന്നെ രാജാവിന് ദൈവത്തിന് തുല്യമായ ഒരു സ്ഥാനം അവരും നൽകിയിരുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. ഗവൺമെൻറ് ഓഫീഷ്യൽസിൽ ഞാൻ പറഞ്ഞു പ്രീസ്റ്റ്, നോബിൾസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ്. ഫറവോൻ്റെ തൊട്ട് താഴെ വരുന്ന ഹയസ്റ്റ് കാറ്റഗറിയാണ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് എന്ന് പറയുന്നത്. അതും ഒരു ഹയർ ക്ലാസ് തന്നെയായിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫറവോ മെയിനായിട്ട് ഉത്തരവുകൾ ഇടുന്നു. അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ജോലിയാണ് ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഉണ്ടായിരുന്നത്. അധികം ഈ ഗവൺമെൻറ് ഓഫീഷ്യലിൽ വരുന്നതൊക്കെ നോബൽ ഫാമിലീസ് എന്നുള്ളവരായിരിക്കും. അതായത് അവിടുത്തെ തന്നെ ഹയർ ക്ലാസ് എന്നുള്ളവർ മാത്രമാണ്. അതിൻ്റെ ഒരു ഹൈറാർക്കിയൽ ആയിട്ട് അവരത് കൈമാറുകയും ചെയ്തിരുന്നു ഗവൺമെൻറ് ഓഫീഷ്യൽസ് വരുന്നത്. ഇനി അടുത്തത് പ്രീസ്റ്റ്. ഗവൺമെൻറ് ഓഫീഷ്യൽസ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, മറ്റേ ഓപ്പറ്റ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് ദൈവത്തിന് അണിയിച്ചൊരുക്കുകയും അങ്ങനെ പ്രീസ്റ്റിന് അത്രത്തോളം നല്ലൊരു സ്വാധീനം ഫറവോൻ്റെ അടുത്തും ഉണ്ടായിരുന്നു, ആ ഒരു സൊസൈറ്റിയിലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ താഴെ വരുന്ന ഒരു ഗ്രൂപ്പാണ് അവർ സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റൈറ്റേഴ്സ് ആണ്, എഴുത്തുകാരാണ് അല്ലേ. അപ്പോൾ റൈറ്റേഴ്സ്, ഈ സ്ക്രൈബ്സ് ആണ് നമ്മൾ വായിച്ചെടുത്തിട്ടുള്ള പല ഇൻസ്ക്രിപ്ഷൻസും, അവിടുന്ന് വായിച്ചെടുത്തിട്ടുള്ള പല ഇൻസ്ക്രിപ്ഷൻസും എഴുതിയത് ഈ സ്ക്രൈബ്സ് തന്നെയായിരിക്കും. അപ്പോൾ സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്, റെസ്പെക്റ്റഡ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. രാജാവിൻ്റെ ഉത്തരവുകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക, അതൊക്കെ സ്ക്രൈബ്സിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ടെമ്പിൾസിൽ അവിടുത്തെ അവരുടെ ടോംബുകളൊക്കെ ഉണ്ടല്ലോ, ഫറവോൻ്റെ ടോംസൊക്കെ, അതിലൊക്കെ കാണുന്ന എഴുത്തുകൾ ഒക്കെ ആരുടെ വകയിൽ ഈ സ്ക്രൈബ്സ് എഴുതിയിട്ടുള്ളതായിരിക്കും. അതിനോട് കൂടെ തന്നെ ടാക്സ് റെക്കോർഡ്സ്, മറ്റ് വംശാവലികൾ തയ്യാറാക്കൽ, ഇതൊക്കെയും ഈ സ്ക്രൈബ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്തൊരു വിഭാഗമാണ് ഈജിപ്ഷ്യൻ മെർച്ചൻസ്. ട്രേഡിന് പ്രാധാന്യം ഉണ്ട് പറഞ്ഞു. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്റേണൽ ട്രേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നവരായിരുന്നു ഈജിപ്തുകാർ. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ട്രേഡായിട്ട് ഗോൾഡ്, പാപ്പറസ്, പിന്നെ ജ്വല്ലറി, ക്ലോത്ത്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെയും ഇവർ ആ ഒരു ട്രേഡിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ദെൻ ഇതിനോട് പുറമെ എലിഫന്റ്, ആനക്കൊമ്പ്, അതുപോലെ തന്നെ അങ്ങനത്തെ വിവിധങ്ങളായിട്ടുള്ള വിലപിടിപ്പുള്ള മരത്തടികൾ, ഇതൊക്കെയും ഇവർ മാർക്കറ്റിലൂടെ കൊണ്ടുപോയിരുന്നു. ഇനി അടുത്തൊരു വിഭാഗമാണ് ആർട്ടിസൻസ് എന്ന് പറയുന്നത്. ഈ മെർച്ചൻസിന്റെ താഴെ വരുന്നതാണ് ആർട്ടിസൻസ് എന്ന് പറയുന്നത്. ഇതിൽ കാർപ്പൻറ്റേഴ്സ്, മെറ്റൽ വർക്കേഴ്സ്, പെയിൻറ്റേഴ്സ്, കൊത്തുപണിക്കാർ, കല്ലിലെ കൊത്തുപണിക്കാർ തുടങ്ങിയവരൊക്കെയും ഈ ആർട്ടിസൻസ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു പെസൻസ് എന്ന് പറയുന്നു. പെസൻസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനാണ്. ഈ ഒരു ഹൈറാർക്കിയിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനാണ് പെസൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് പെസൻസിനെ ആയിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ എണ്ണം കൊണ്ട് കൂടുതലുള്ളതും പെസൻസ് തന്നെയാണ്. അപ്പോൾ പെസൻസ് എന്ന് പറയുന്നത് ആ ഈജിപ്ഷ്യൻ പോപ്പുലേഷൻ്റെ ഏറ്റവും കൂടുതൽ അടങ്ങുന്നതാണ് പെസൻസ്. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്ത് വെച്ചാൽ അവരുടെ ഒരു സീസൺ സമയമുണ്ട്. ഒരു ഫ്ലഡ് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ മാസം ആകുമ്പോൾ അവരെന്ത് ചെയ്യും? വിത്ത് വിതയ്ക്കാൻ തുടങ്ങും. ആ വിത്ത് വിതച്ച് ഹാർവെസ്റ്റിങ്ങിൻ്റെ കാലഘട്ടം, മാർച്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് വെച്ചാൽ ഫുൾ ടൈം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഈ അഗ്രികൾച്ചർ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമാണ് പെസൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഇടയ്ക്കുള്ള ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള വിഭാഗമാണ് സ്ലേവ്സ് എന്ന് പറയുന്നത്. സ്ലേവ്സിൻ്റെ ലൈഫ് എല്ലാ സൊസൈറ്റിയും പോലെ തന്നെ വളരെ മിസറബിൾ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെം എന്നാണ് അവിടുത്തെ സ്ലേവ്സിനെ ജനറലി പറഞ്ഞിരുന്നൊരു ടേം. HEM, ഹെം എന്ന് അവരെന്നെ വിളിച്ചിരുന്നൊരു ടേമാണ് ഹെം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പൊസിഷൻ വളരെ മോശമായിട്ടുള്ളൊരു ജീവിത സാഹചര്യം തന്നെയാണ് അവർ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈജിപ്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ പെസൻസിനെ കുറിച്ച് പറഞ്ഞല്ലേ. പെസൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ക്ലാസ്. അങ്ങനെ പെസൻസ് ഇല്ലാതെ അവിടെ ഒന്നും നടക്കില്ല. കാരണം എഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, വേണ്ട ആഹാരം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രധാന കർത്തവ്യമായിരുന്നു. അപ്പോൾ പെസൻസ് ഇല്ലാതെ ആ സമൂഹത്തിൽ തീരെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു. പെസൻസ് തന്നെയായിരുന്നു അവിടെ ഏറ്റവും കൂടുതലായിട്ട് ജീവിച്ചിരുന്ന വിഭാഗവും. അവരെ അൺസ്കിൽഡ് ലേബേഴ്സ് എന്ന വിഭാഗത്തിലാണ് കൂട്ടുന്നത്. അൺസ്കിൽഡ് ലേബേഴ്സ്. വേറെ പ്രധാനമായിട്ടുള്ള വിളയാണ് വീറ്റ് എന്ന് പറയുന്നത്.
വീറ്റാണ് അവർ പ്രധാനമായിട്ടും ക്രോപ്പ് ചെയ്യുന്നത്. ഒക്ടോബർ മാസമാണ് ഈ വിത്ത് നടുന്നൊരു മാസം, ഒക്ടോബറാണ്. കാരണം ഫ്ലഡ് ഓഗസ്റ്റിൽ തുടങ്ങുന്ന ഫ്ലഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിൽ അവിടെ ഒരു വലിയ ഫ്ലഡിന്റെ കാലഘട്ടമാണെന്ന്. ആ ഫ്ലഡിന്റെ കാലഘട്ടം കഴിയുന്നത് ഒക്ടോബറോട് കൂടിയാണ്. അപ്പോൾ ഒക്ടോബർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് വിത്ത് നടുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് മാർച്ചാണ് അവരുടെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ടൈം വീറ്റ്, ബാർലി ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമാണ് പെസൻസ് എന്ന് പറയുന്നത്. വീറ്റ്, ബാർലി അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ബ്രെഡായിരുന്നു. ആ ബ്രെഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഈ പെസൻസിന്റെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ ഓർഡിനറി പ്ലെയിൻ ഹൗസസ്, മഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയിൻ ഹൗസസിലാണ് അവർ ജീവിക്കുകയും ചെയ്തിരുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഭാഗവും പണിയെടുത്തിരുന്ന ഒരു വിഭാഗം പെസൻസ് തന്നെയായിരുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ എക്കോണമിയാണ്. എന്താണ് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ? ഏൻഷ്യൻ ഗ്രീക്കിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം, എഗ്രികൾച്ചർ അവരുടെ പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. ബാർട്ടർ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ടാക്സ് അവർക്ക് നിർബന്ധമായിട്ട് അടയ്ക്കണമായിരുന്നു. എല്ലാത്തിനും മെഷർ ചെയ്യാൻ ഒരു വാല്യൂ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ, പിന്നെ ട്രേഡ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിരുന്നു ട്രേഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ എക്കോണമിയാണ്. ഇനി എന്തൊക്കെയാണ് എഗ്രികൾച്ചർ നമ്മൾ പറഞ്ഞു, പെസൻസിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ എഗ്രികൾച്ചറിനെ കുറിച്ച് പറയാം. 3 സീസൺസ് ആയിട്ടാണ് അവിടുത്തെ കലണ്ടർ ഇയർ, ഈജിപ്ഷ്യൻ കലണ്ടർ ഇയർ 3 വർഷമായിട്ട് തിരിക്കുന്നു. ഹാർവെസ്റ്റിംഗ്, വിത്ത് നടുന്നത്, ഫ്ലഡിന്റെ കാലഘട്ടം, അങ്ങനെ 3 കാലഘട്ടത്തിലൂടെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടു. വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പ്രൈസ് ഉണ്ടായിരിക്കില്ല. പൈസ എന്ന് പറയുന്ന ഒരു മണി എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാവില്ല. ഇൻസ്റ്റെഡ് ഓഫ് മണി അവർ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഫിഷ് കൊടുത്തിട്ട് അരി മേടിക്കാം. അരിയാണ് പ്രധാനപ്പെട്ട സെൻഡർ എന്ന് പറയുന്നത്. അരിയല്ല, വീറ്റ്. അവരുടെ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വീറ്റാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീറ്റാണ്. അപ്പൊ വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വിവിധ ജോലി ചെയ്യുന്നവര് അവരുടെ കയ്യിലുള്ള സാധനം കൊടുത്തിട്ട് വീറ്റ് മേടിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബാർട്ടർ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ്, ഫിഷ്, ഫ്രൂട്ട്സ്, പിന്നെ തുണികൾ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവർ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. നെക്സ്റ്റ് ടാക്സ് ആരാണ് അടക്കേണ്ടി വരുന്നത്? അവിടെ പറഞ്ഞു മണി എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്ന ഒരു മണി എന്ന് പറയുന്ന സിസ്റ്റം ഇല്ല അവിടെ. അപ്പോൾ മറ്റു രീതിയിൽ പ്രോപ്പർട്ടി ടാക്സുകൾ പക്ഷെ ഇവർ അടക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ മാനുവൽ ലേബർ, കൈത്തൊഴിലിനും ടാക്സ് അടയ്ക്കുന്ന ഒരു സിസ്റ്റം ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞത് മെഷർ ഓഫ് വാല്യൂ. അതായത് ഒരു പേർഷ്യൻ ഇൻവേഷന്റെ സമയത്ത് 525 BC കാലഘട്ടത്തിൽ പേർഷ്യൻ ഇൻവേഷൻ വന്നപ്പോഴാണ് അവർ ഒരു മണി എന്നുള്ള രീതിയിലേക്ക് ഒരു ക്യാഷ് എക്കോണമി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു മണി യൂണിറ്റിന് അവർ ആദ്യം പറഞ്ഞ പേരാണ് ഡെബൻ എന്ന്, DEBEN, ഡെബൻ. അപ്പോൾ യൂണിറ്റ് ഓഫ് എക്സ്ചേഞ്ചിന് അവർ പറയുന്ന പേരാണ് ഡെബൻ. അതാണ് അവരുടെ മെഷർ ഓഫ് വാല്യൂ. അപ്പോൾ ഈജിപ്ഷ്യൻ മെഷർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് പറയുന്നത് ഡെബൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അടുത്തത് ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ ഗോൾഡ്, പാപ്പറസ്, ലിനൻ, ഗ്രെയിൻ, അതുപോലെ വുഡ്, കോപ്പർ, ഇരുമ്പ്, ഐവറി, ആനക്കൊമ്പ്, ലാപ്പിസ് ലസൂലി തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവർ ട്രേഡിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നൈൽ റിവർ അവരുടെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് പോയിന്റ് ആയിരുന്നു. നൈൽ റിവറിലൂടെയായിരുന്നു അവർ സാധനങ്ങൾ എത്തിക്കുകയും ഇങ്ങോട്ട് കൊണ്ടുവരികയും മറ്റു സ്ഥലങ്ങളിലേക്ക്. അവിടുത്തെ ഇൻലാൻഡ് ട്രേഡിനെ തന്നെ നൈൽ റിവർ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്നത് അവരുടെ ഓൾഡ് കിങ്ഡം മുതൽക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിസ്റ്റൻസ് ട്രേഡും അവർ പലപ്പോഴും നടത്തിയിരുന്നു. ഈജിപ്തിന്റെ പുറത്തേക്കും അവർ പല ട്രേഡിങ് സാധനങ്ങളും കൊണ്ടുപോവുകയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്നത് അവരുടെ എക്കണോമിക് സിസ്റ്റത്തിൽ ഒരു പ്രധാനമാണ്. അപ്പോൾ എക്കണോമിക് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? എഗ്രികൾച്ചർ ഉണ്ട്, ട്രേഡ് ഉണ്ട്, ടാക്സ് സിസ്റ്റം ഉണ്ട്, ബാർട്ടർ സിസ്റ്റം ഉണ്ട്, മെഷർ ഓഫ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് അവരുടെ എക്കണോമിക് ലൈഫ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ തന്നെ ഫാമിലി എങ്ങനെയായിരുന്നു നോക്കാം. ഫാമിലി എന്ന് പറയുമ്പോൾ ഈജിപ്തുകാർ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയർ ഫാമിലിനെയാണ്. ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പാണ് ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റ് എന്നൊരു ടേമാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അവരുടെ ഒരു ബാലൻസ്ഡ് ലൈഫിനെ മാറ്റ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്ന ഒരു ടേം എന്ന് പറയുന്നത്. ഇനി അവരുടെ സോഷ്യൽ ലൈഫിൽ പറഞ്ഞു ഫറവോ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെന്ററാണ്. ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഫറവോ എന്ന് പറയുന്നത്. അപ്പം ഫറവോനെ കൂടുതൽ ആരാധിക്കുന്ന, ഫറവോനെ ഒരു സെന്ററായി കണ്ടിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അടുത്തത് മാരേജ് എന്ന് പറഞ്ഞാൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ ആ ആണുങ്ങളുടെ
സുഖം സൗകര്യം അതിനനുസരിച്ച് വേണ്ടി മാത്രം കല്യാണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി അതാണ് അവിടെയും നിലനിന്നിരുന്നത്. അവിടുത്തെ ഒരു കോട്ടുണ്ട് ആ ഒരു ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഒരു കോട്ടാണ്. അതിൽ പറയുന്നുണ്ട്, ടേക്ക് എ വൈഫ് വൈൽ യു ആർ യങ്, ടേക്ക് ഷീ ദാറ്റ് ഷീ മേക്ക് എ സൺ ഫോർ യു. എന്താണ് ടേക്ക് എ വൈഫ് വൈൽ യു ആർ യങ് ദാറ്റ് ഷീ മേക്ക് എ സൺ ഫോർ യു. അപ്പോൾ ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുക, അതിന് ആ ആണിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുക. ഈ ഒരു കോൺസെപ്റ്റാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അവിടെ ഒരു മോണോഗമി സിസ്റ്റമാണ്, ഒരാൾക്ക് ഒരു ഭാര്യ എന്നൊരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. പക്ഷെ എന്നാലും ഹയർ ക്ലാസ് ആയിട്ടുള്ള ആണുങ്ങൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ അവർക്ക് ഉണ്ടായിരുന്നതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ മോണോഗമിയാണ്, പക്ഷെ പോളിഗമി അവർ ഫോളോ ചെയ്തിരുന്നതായിട്ടും തെളിവുകൾ ഉണ്ട്. ഇനി സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഈക്വൽ ടു മാൻ എന്നൊരു പൊസിഷൻ അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരൊരു എന്താ പറയുക കോയ്മുള്ള ഒരു സമൂഹമായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീകൾ അറ്റ് ദ ഏജ് ഓഫ് 12 തന്നെ അവർ കല്യാണം കഴിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. 12 ആകുമ്പോൾ കല്യാണം കഴിക്കുന്നു. ആണുങ്ങൾക്ക് അതിനേക്കാൾ കുറച്ച് ഏജ് കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ചിരുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി സ്ത്രീകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ കാരണം അവിടുത്തെ ഒരു മദർ ഗോഡസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഐസിസ് എന്നൊരു അമ്മ ദേവതേനെ അവർ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക മദർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ സെൻറ്റേർഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ബാക്കി എല്ലാത്തിലും ഒരു പാട്രിയാർക്കൽ സിസ്റ്റം തന്നെയാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ആ കാലഘട്ടത്തിലും വിമൻ ഡാൻസേഴ്സ് ആയിട്ടും സിംഗേഴ്സ് ആയിട്ടൊക്കെ അവരുടെ ആരാധനാലയങ്ങളിലൊക്കെ ഡാൻസേഴ്സ് സിംഗേഴ്സ് പോസ്റ്റിലൊക്കെ ഈ വിമൻ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പല രീതിയിലും സെക്ഷുവലി ഹറാസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സെക്ഷൽ ഒബ്ജക്ട്സ് ആയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്നതും വളരെ കോമൺ ആയിട്ട് ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതായിരുന്നു സ്ത്രീകളുടെ ആ സമൂഹത്തിലുള്ള സ്ഥാനം എന്ന്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അവിടുത്തെ സൊസൈറ്റി എന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സൊസൈറ്റിയിൽ എന്തൊക്കെ പഠിച്ചു? അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ പഠിച്ചു, ഫറവോ സ്ലേവ് തുടങ്ങിയ എല്ലാവരുടെയും പൊസിഷൻ എന്താണെന്ന് പഠിച്ചു. ദെൻ പെസൻസിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു, അവരുടെ എക്കോണമിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചു. ഫാമിലി, സ്റ്റാറ്റസ് ഓഫ് വിമൻ തുടങ്ങിയ കാര്യങ്ങളും നമ്മളിതിലൂടെ പഠിച്ചു പോയി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.